ഭവന് മുമ്പിൽ ഇപ്പോൾ രാജ്ഭവൻ മാറി ലോക് ഭവൻ ആയതുകൊണ്ട് വിലക്കയറ്റം കുറയാൻ പോകുന്നില്ല, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പോകുന്നില്ല, നാമകരണത്തിൽ മാറ്റം വരുത്തുക, ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട അടിച്ചേൽപ്പിക്കുക എന്നതിനപ്പുറത്ത് ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതിയുവാക്കളെ ബാധിക്കുന്ന പരീക്ഷയുമായി നീറ്റ് പരീക്ഷയടക്കമുള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന അഴിമതികളും ഒക്കെ പരിശോധിക്കുമ്പോൾ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സമ്പൂർണമായും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ് 12 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഇന്ത്യ മുന്നണി യോഗത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഈ ഗവൺമെന്റ് കാലാവധി തേക്കാൻ പോകുന്നില്ല, എത്രയും പെട്ടെന്ന് ഈ ഗവൺമെന്റ് നിലംപതിക്കും. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ ഈ ഗവൺമെന്റിന് ദിവസങ്ങൾ എണ്ണപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്രയ്ക്ക് ദുരിതമാണ് കേരളത്തിലെ ജനങ്ങൾ. നിങ്ങൾക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ആരുടെ പിന്തുണയുണ്ടെങ്കിലും എന്ത് രഹസ്യമായിട്ടുള്ള അജണ്ട അതിനുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായി, വിലക്കയറ്റത്തിനെതിരായി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കേവലമായിട്ടുള്ള പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോ 20 കോടിയിലധികം ജനങ്ങളാണ് അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടി തയ്യാറായത്. അത് പ്രതിഫലിപ്പിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയിലൂടെ ഈ രാജ്യം ശ്രദ്ധിച്ച് അതിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ പോകുന്നില്ല. അപ്പൊ ജനങ്ങൾ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ ഭാഗമായി അതിസമ്പന്ന ധനിക വർഗം, കോർപ്പറേറ്റ് മൂലധന ശക്തികൾ, അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റ് മൂലധന ശക്തികൾ കിളവുകളും ആനുകൂല്യങ്ങളും നൽകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഇടത്തരം ജനവിഭാഗങ്ങളുടെ മേൽ അമിത നികുതി ഭാരവും വിലവർദ്ധനവും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഏറ്റവും അറുപിന്തിരിപ്പൻ പ്രതിലോമകരമായ ജനവിരുദ്ധ നയം നടപ്പാക്കുന്ന ഈ ഗവൺമെന്റിനെതിരായി അതിശക്തമായ ജനകീയ മുന്നേറ്റം വളർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ആ ജനകീയമായ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ കയ്യിലായുധമില്ലാത്തത് കൊണ്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ സമീകരിക്കാൻ അല്ലെങ്കിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. ഇവിടെ ജനങ്ങളുടെ വിശപ്പ്, ജനങ്ങളുടെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ മുമ്പിൽ ക്ഷേത്രവും ആരാധനാ കേന്ദ്രവുമല്ല പ്രശ്നം. ഈ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതിസമ്പന്ന ധനിക വർഗം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദാനി അംബാനി തുടങ്ങിയ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് രാജ്യത്തിന്റെ സമ്പത്തും രാജ്യത്തിന്റെ ആസ്തിയും തുച്ഛമായ വിലയ്ക്ക് തൂറെഴുതി കൊടുത്ത് അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുമ്പോൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം, സാധാരണക്കാർ, ഇടത്തരക്കാർ, അധ്യാപകർ, സർവീസ് മേഖലയിൽ ജീവിക്കുന്ന ക്ലിപ്ത വരുമാനക്കാർ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും വലിയ ദുരിതയാതന അനുഭവിക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള അതിശക്തമായ കേരളത്തിന്റെ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം, RSPയുടെ പ്രതിഷേധം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുക എന്ന രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയാണ് ലോക് ഭവന് മുന്നിൽ, ഗവർണറുടെ ആസ്ഥാനമായിട്ടുള്ള ലോക് ഭവന് മുന്നിൽ RSP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഇത്രയധികം പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള ഈ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്.